ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ ലവേഴ്സ് ദിനം പ്രമാണിച്ച് ഇന്ന് മെയ് 31 വെള്ളിയാഴ്ച 99 രൂപയ്ക്ക് 4 മലയാള ചിത്രങ്ങൾ കേരളത്തിൽ കാണാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, തലവൻ, മന്ദാകിനി എന്നിങ്ങനെ 4 സിനിമകൾക്കാണ് ഈ ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. PVR ഉൾപ്പെടെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലാണ് ഈ ഓഫർ എന്ന് കൂടി അറിയിച്ചുകൊള്ളട്ടെ. ഇനി ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ വ്യാഴാഴ്ചയുടെ 8 ദിവസം പിന്നിട്ട് രണ്ടാം വാരത്തിലേക്കാണ് ഈ ചിത്രം കടന്നിട്ടുള്ളത്. ആദ്യ 7 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 24.5 കോടിയോളം രൂപയാണ്. 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1.5 കോടിയോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 25.5-26 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് ഈ ചിത്രം 4 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 7ാം ദിവസമായ ബുധനാഴ്ച ഈ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നേടിയത് 24 ലക്ഷം രൂപയാണ്. 8ാം ദിവസമായ ഇന്നലെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 20 ലക്ഷത്തിന് മുകളിലുമാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് ഈ ചിത്രം 4.5 കോടിക്ക് മുകളിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ ടർബോ എന്ന മമ്മൂട്ടി ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 30 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 4 ദിവസം കൊണ്ട് 52 കോടി 11 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 64 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8ാം ദിവസമായ വ്യാഴാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 67-68 കോടി റേഞ്ചിലാണ്. പൃഥ്വിരാജ് നായകനായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷനായി മുന്നേറുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം തിയേറ്ററിലെത്തി 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം 70 ലക്ഷത്തോളം രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 39 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ 14 ദിവസം കൊണ്ട് 78 കോടി 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 79 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയ് സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തലവൻ എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ വ്യാഴാഴ്ചയോടെ 7 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ ഇന്നലെ കേരള ഗ്രോസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 5 കോടി 75 ലക്ഷത്തോളം എത്തി നിൽക്കുകയാണ്. ലോകമെമ്പാടുമായി ഈ ചിത്രം 7 ദിവസം കൊണ്ട് 9.5-10 കോടി റേഞ്ചിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ഗണപതി എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത് മെയ് 24 തിയേറ്ററിലെത്തിയ മന്ദാകിനി എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള കളക്ഷനായി 20 ലക്ഷത്തോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ചിത്രത്തിന്റെ 7 ദിവസത്തെ കേരള കളക്ഷൻ 1 കോടി 80 ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഈ ചിത്രം യൂറോപ്പ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും GCCയിലും ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇനി GCC ഓവർസീസ് കളക്ഷൻ കൂടി ലഭിക്കുന്നതോടെ ക്ലീൻ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 4 മലയാള ചിത്രങ്ങളാണ് ഈ പേമാരിക്കിടയിലും തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. നാദിർ ഷാ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ജോണി ആന്റണി, ദേവിക സഞ്ജയ്, ജാഫർ ഇടുക്കി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. അടുത്തത് നസീർ ബദറുദ്ദീൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സ്വകാര്യം സംഭവബഹുലം എന്ന സിനിമയാണ്. ജിയോ ബേബി, ഷെല്ലി കിഷോർ, അനു ആന്റണി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. മികച്ച ഒരു ഫാമിലി ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സംവിധായകൻ ബദറുദ്ദീൻ തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന മലയാള ചിത്രമാണ് ഇന്ന് തിയേറ്ററിലെത്തുന്ന 3ാമത്തെ സിനിമ. മഹേഷ് പി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കലാഭവൻ ഷാജോൻ, മണിയമ്പിള്ള രാജു, സലീം കുമാർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഇന്നത്തെ 4ാമത്തെ റിലീസ് സംഗീതത്തിന് പ്രാധാന്യമുള്ള റൊമാന്റിക് ചിത്രമായ ഇഷ്ടരാഗമാണ്. ജയൻ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ സിനിമ നേരത്തെ മെയ് 24 റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് മെയ് 31 മാറ്റുകയായിരുന്നു. പുതുമുഖ താരം ആദിത്യ, കൈലാഷ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ. തിയേറ്ററുകളിൽ വിജയകരമായ മുന്നേറ്റം തുടരുന്ന ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, തലവൻ, മന്ദാകിനി എന്നീ സിനിമകളെക്കുറിച്ചും ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്ന 4 മലയാള സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.